സംസ്ഥാനത്ത് സർക്കാർ ഭൂമിയുടെ പാട്ടത്തുക വർദ്ധിപ്പിക്കാൻ നീക്കം. വിഷയം പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി രൂപീകരിച്ചു. റവന്യൂ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർ അംഗങ്ങളാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിശ്ചയിച്ച പാട്ടത്തുകയാണ് പരിഷ്കരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. 24 എക്സ്ക്ലൂസീവ്. വി എ ഗിരീഷ് തിരുവനന്തപുരത്തും വിവരങ്ങളുമായി. ഗിരീഷ്, സർക്കാർ ഈ ഭൂമിയുടെ പാട്ടത്തുക വർദ്ധിപ്പിക്കാൻ എടുക്കുന്ന തീരുമാനം അത് ഏത് സാഹചര്യത്തിലാണ്? ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിശ്ചയിച്ച ഒരു പാട്ടത്തുകയാണ് ഇപ്പോഴും ഉള്ളത്. അത് പരിഷ്കരിക്കാനുള്ള നീക്കമാണല്ലോ നടക്കുന്നത്. എന്താണ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ? ഗോപാലകൃഷ്ണൻ, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് സർക്കാർ ഇക്കാര്യത്തിലേക്ക് തിരിഞ്ഞത്. കാരണം വരുമാന വർധനവിന്റെ ഭാഗമായി ഇത്തരത്തിൽ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നത് പതിറ്റാണ്ടുകളായി നിശ്ചയിച്ചിരിക്കുന്ന ഈ പാട്ടത്തുക വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം തോട്ടങ്ങളും ക്ലബ്ബുകൾ അടക്കം സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയിട്ടുള്ളവരെല്ലാം ഇപ്പോൾ തുച്ഛമായ ഒരു തുകയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടത്തുക കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ അജണ്ട. കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ഇക്കാര്യം പരിഗണിക്കാനായി തീരുമാനിച്ചിരുന്നു. ഇതിനായിട്ടാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. റവന്യൂ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർ സമിതിയിൽ അംഗങ്ങളാണ്. ഒരു മാസത്തിനകം സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. പാട്ടത്തിന്, അതായത് 1960കളിൽ നിശ്ചയിച്ച പാട്ടത്തുകയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാലാനുസൃതമായി പരിഷ്കരിക്കുക. മാർക്കറ്റ് വിലയുടെ 10 മുതൽ 20% വരെ പാട്ടത്തിന് ഈടാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ വലിയൊരു തുക ഓരോ വർഷവും സംസ്ഥാന ഖജനാവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, ഈ പാട്ടത്തുക നൽകിയില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പാട്ടവ്യവസ്ഥകളുടെ ലംഘനമാക്കി കണക്കാക്കിക്കൊണ്ട് പാട്ടം റദ്ദാക്കുന്ന അടക്കമുള്ള കർശന നടപടികളിലേക്ക് സർക്കാരിന് കടക്കാനും കഴിയും. ഗോപികൃഷ്ണൻ. ശരി, വി എ ഗിരീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.